Today we are going to study about ABG, Arterial Blood Gas. നമ്മുടെ ഹോസ്പിറ്റലുകളിലും ICU സെറ്റിംഗ്സുകളിലും വാർഡ് സെറ്റിംഗ്സുകളിലും കോമൺ ആയി നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസിനെ മെഷർമെന്റ്സിനെയാണ് നമ്മൾ ABG ടെസ്റ്റ് ട്യൂബ് വഴി ഉദ്ദേശിക്കുന്നത്. ഗ്യാസസ് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിലെ ആസിഡ് ബേസ് റേറ്റ് മനസ്സിലാക്കാം. നമ്മുടെ ബോഡി ആസിഡോസിസിലേക്ക് പോകുന്നുണ്ടോ ആൽക്കലോസിസിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് ABG ടെസ്റ്റ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. ABG റിസൾട്ടിൽ ആസിഡോസിസ് ആൽക്കലോസിസ് രണ്ട് ടേംസ് ആണ് വരുന്നത്. അത് റെസ്പിറേറ്ററി ആവാം അല്ലെങ്കിൽ മെറ്റാബോളിക് ആവാം. നമ്മുടെ ബോഡിയിൽ റീടെൻഷൻ അല്ലെങ്കിൽ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാരണം ബോഡിയിലുള്ള കാർബോണിക് ആസിഡിനെ ഓൾട്ടറേഷൻസ് വരുമ്പോഴാണ് that will lead to respiratory acidosis or respiratory alkalosis. നമ്മുടെ ബോഡിയിലുള്ള XCO3 മൈനസ് അയോൺസ് അതായത് ബൈകാർബണേറ്റിനെയാണ് നമ്മുടെ ബോഡിയിലുള്ള പത്തസൈക്കോളജി കാരണം എഫക്റ്റഡ് ആകുന്നതെങ്കിൽ ബോഡിയിൽ മെറ്റാബോളിക് ആസിഡോസിസ് ഓർ മെറ്റാബോളിക് ആൽക്കലോസിസ് ആകാം. സോ ദീസ് ആർ ദ ബേസിക് റിസൾട്ട്സ് ഓഫ് ABG. റിസൾട്ട്സ് ഓഫ് ABG ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെയാണ് മെറ്റാബോളിക് ആസിഡോസിസ് ആൻഡ് രണ്ടാമത്തെയാണ് റെസ്പിറേറ്ററി ആസിഡോസിസ്. മൂന്നാമത്തെയാണ് മെറ്റാബോളിക് ആൽക്കലോസിസ്. ലാസ്റ്റ് വൺ ഈസ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ഇനി നമുക്ക് നോർമൽ വാല്യൂസ് ഓഫ് ABG നോക്കാം. ഒന്നാമത്തെയാണ് PH. PHന്റെ നോർമൽ വാല്യൂ എത്രയാണ്? 7.35 to 7.45. രണ്ടാമത്തെയാണ് PCO2 അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ നോർമൽ വാല്യൂ ആണ് 35 to 45 mmHg. ആൻഡ് മൂന്നാമത്തെയാണ് PPO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതിൻ്റെ നോർമൽ വാല്യൂ ആണ് 80 to 100 mmHg. നാലാമത്തെയാണ് HCO3 അതായത് ബൈകാർബണേറ്റ് ആണ്. അതിൻ്റെ നോർമൽ വാല്യൂ 22 to 27 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ്. കാരണം നോർമൽ വാല്യൂസിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ ആസിഡോസിസിലേക്കാണോ ആൽക്കലോസിസിലേക്കാണോ അല്ലെങ്കിൽ റെസ്പിറേറ്ററിയിലേക്കാണോ മെറ്റാബോളിക്കിലേക്കാണോ എന്ന്. ഇനി അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത് കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷനാണ് റെസ്പിറേറ്ററി ആസിഡോസിസ്. റെസ്പിറേറ്ററിയിൽ ഓൾട്ടറേഷൻ ഓഫ് കാർബോസൈലിക് ആസിഡ് ആണ്. ആസിഡോസിസിൽ PH വാല്യൂ 7.5 നിന്നും കുറഞ്ഞ് താഴേക്ക് പോകുന്നു. രണ്ടാമത്തെയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഒരു പേഷ്യൻ്റ് ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുമ്പോഴാണ് റെസ്പിറേറ്ററി ആസിഡോസിസിലേക്ക് എത്തുന്നത്. ഒരു പേഷ്യൻ്റ് ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി ബിൽഡപ്പ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി ബിൽഡപ്പ് ചെയ്താൽ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്യുമുലേഷൻ കൂടും. അതായത് കാർബോണിക് ആസിഡ് ഡൈസൊലേറ്റ് ചെയ്ത് കൂടുതലായി H+ അയണിനെ ലിബറേറ്റ് ചെയ്യും. അതായത് H+ അയൺ ഫ്രീ ആകും. സോ H+ അയൺസ് കൂടുമ്പോൾ PH കുറയുന്നു. സോ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ റെസ്പിറേറ്ററി ആസിഡോസിസ്. റെസ്പിറേറ്ററി ആസിഡോസിസ് നോർമലായി കാണപ്പെടുന്ന കേസസ് ആണ്. ഒന്നാമത്തത് COPD ബിക്കോസ് ദ പേഷ്യൻറ്റ് ഹൈപ്പർ വെന്റിലൈറ്റ്സ്. രണ്ടാമത്തതാണ് മെക്കാനിക്കൽ ഹൈപ്പർ വെന്റിലേഷൻ. മെക്കാനിക്കലായി വെന്റിലേറ്റ് കൊടുക്കുമ്പോഴാണ് ഹൈപ്പർ വെന്റിലേറ്റ് ആവുന്നത്. മൂന്നാമത്തതാണ് ചെസ്റ്റ് വാൾ അബ്നോർമാലിറ്റീസ്. നാലാമത്തതാണ് സിവിൽ ഫിനോമിന. ഓക്കെ, ഇനി അടുത്തത് റെസ്പിറേറ്ററി ആസിഡോസിസിൽ കിഡ്നി കോമ്പൻസേറ്ററി ഓർഗനായി പ്രവർത്തിക്കും. റെസ്പിറേറ്ററി ആസിഡോസിസിൽ കിഡ്നി HCO3 അയേൺസിനെ കൺസേർവ് ചെയ്ത് H+ അയേൺസിനെ യൂറിനിലൂടെ പുറത്തേക്ക് വിടുന്നു. സോ കോമ്പൻസേറ്ററി മെക്കാനിസമായി അത് വർക്ക് ചെയ്യും. കിഡ്നി കോമ്പൻസേറ്ററി ഓർഗാനിസം വർക്ക് ചെയ്യാൻ വേണ്ടി മിനിമം 24 hours എങ്കിലും എടുക്കും. അതുകൊണ്ട് പേഷ്യൻസിൻ്റെ ABG നോക്കുമ്പോൾ HCO3 ലെവൽ 24 hours നോർമൽ ആയിരിക്കും. PH കുറവായിരിക്കും. PCO2 കൂടുതലായിരിക്കും. കോമ്പൻസേറ്റഡ് ആണെങ്കിൽ HCO3 ലെവൽ കൂടുതലാകും. അൺകോമ്പൻസേറ്റഡ് ആണെങ്കിൽ HCO3 ലെവൽ നോർമൽ ആയിരിക്കും.